നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് 4 മുതൽ 10 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള ജപധ്യാനാദികൾ, പിന്നെ ക്ഷേത്ര ദർശനം, അവിടെ കഴിയുമെങ്കിൽ ചെറിയ വഴിപാടുകളൊക്കെ നടത്തുക. ഇത്രയും വളരെ ലളിതമായിട്ടുള്ള പണച്ചെലവില്ലാത്ത പരിഹാരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാം. ഭാരതീയ ജ്യോതിഷം കുറച്ച് വെസ്റ്റേൺ അസ്ട്രോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. എല്ലാ എപ്പിസോഡിലും അത് പറയാറുണ്ട്. നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്നത് കറക്റ്റീവും ക്യൂറേറ്റീവുമാണ്. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ആ ഒരു വിധി, ഡെസ്റ്റിനി എന്ന് പറയുന്ന അലംഘനീയം എന്നുള്ള ഒരു ദർശനത്തിലല്ല മുന്നോട്ട് പോകുന്നത്. ഗ്രഹങ്ങൾ ഇന്ന രാശിയിൽ സഞ്ചരിക്കുമ്പോൾ, അത് ഒരു വ്യക്തിയുടെ ഇന്ന ഭാവങ്ങളിൽ വരുമ്പോൾ ചില സൂചനകളാണ്. ചില കാര്യങ്ങൾ അനുകൂലമാകും, ചില കാര്യങ്ങൾ അല്പം പ്രതികൂലമാകാം. എന്നാൽ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ചില ജപധ്യാനാദികളുണ്ട്. ജപധ്യാനാദികൾ എന്ന് പറയുന്ന ടൂൾസാണ്. ആ ടൂൾസ് കൊണ്ട് നമുക്ക് പല പ്രയാസങ്ങളും ജീവിതത്തിൽ കുറയ്ക്കുവാൻ കഴിയുമെന്നും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട്, അതായത് തടസ്സമില്ലാതെ വരുവാൻ സഹായിക്കും എന്നുള്ളതാണ് വിശ്വാസം. കുട്ടികളൊക്കെ, സ്റ്റുഡൻസൊക്കെ ജസ്റ്റ് ലൈക്ക് ജോയിനിങ് എ ടീച്ചിങ് സെൻറ്റർ ആൻഡ് കോച്ചിങ് സെൻറ്റർ. അപ്പോൾ ടീച്ചിങ് സെൻറ്ററിലാവുമ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. കോച്ചിങ് സെൻറ്ററിലാവുമ്പോൾ ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിൽ അത് പ്രകടിപ്പിക്കണം, അതിപ്പോൾ വെർബൽ പ്രസൻറ്റേഷൻ ആയാലും റിട്ടൺ പ്രസൻറ്റേഷൻ ആയാലും എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതാണ് ടീച്ചിങ്ങും കോച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ജ്യോതിഷത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇന്ന ജപം നടത്തിക്കോളൂ, അപ്പോഴേക്കും ഇന്ന അനുകൂല ഭാവങ്ങൾ വരും, അനുകൂല ഫലങ്ങൾ വരും. ജപം എന്ന് പറയുന്ന സർട്ടൻ വൈബ്രേഷൻ ലെവൽസാണ്. ആ വൈബ്രേഷൻ, ശബ്ദം എന്ന് പറയുന്ന ഒരു ഇല്യൂഷനാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഓൺലി എ വൈബ്രേഷൻ. നമ്മൾ ടിംപാനം ഉള്ളതുകൊണ്ടാണ് അത് കേൾക്കുന്നത്. കേൾക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മെമ്മറി സ്റ്റോറേജിലുള്ള മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. അത് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ വൈബ്രേഷൻസ് കൊണ്ട് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ഇമ്മീഡിയറ്റ് എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും ആചാര്യന്മാർ കൺക്ലൂഡ് ചെയ്ത ചില രീതികളും, അതിനെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പലർക്കും പ്രയോജനകരമായിട്ട് തീർച്ചയായിട്ടും വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജാണ്, എത്ര പേർക്ക് അത് ശരിയായിട്ട് വരും, അതിനെയാണ് നമ്മൾ അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻഡിവിജ്വൽ വേരിയേഷനുണ്ട്. എല്ലാവരും പാട്ട്, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കുവാൻ കഴിയണം എന്നില്ല. ചിലർക്ക് വളരെയധികം കാലമെടുക്കും ഒരു രാഗം തന്നെ പഠിക്കുവാനായിട്ട്. ആ ശ്രുതി ഒന്ന് ലയിച്ച് ചേരാൻ തന്നെ വളരെ കാലമെടുക്കും. ചിലർക്ക് അത് കഴിയില്ല എന്നുള്ളതാണ്. ചിലർക്ക് പെട്ടെന്ന് കഴിയും, ചിലർക്ക് വൈകി കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് കൊണ്ട് അത് കഴിയും. ചിലർക്ക് അത് അതങ്ങോട്ട് പൂർത്തിയാക്കാൻ, വേണ്ട രീതിയിൽ പൂർത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന് ശബ്ദത്തിൻ്റെ കൺട്രോളിൻ്റെ ഒരു പ്രശ്നം, പിന്നെ ഡിറ്റർമിനേഷൻ്റെ ഒരു പ്രശ്നം, പിന്നെ സാധകത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ സംഗീതത്തിൽ ഇങ്ങനെയുള്ളതുപോലെ തന്നെ പ്രാർത്ഥനയിലും ഈ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ പ്രാർത്ഥനയിൽ എത്രത്തോളം ഇൻവോൾവ് ആകുന്നു. ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് ഇൻവോൾവ് ആകാൻ പറ്റില്ല. എല്ലാം സംശയത്തിൻ്റെ ഒരു നേച്ചറായിരിക്കും. ആ സംശയം അങ്ങോട്ട് ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തോടുകൂടി, അതിനെയാണ് ആചാര്യന്മാർ പറയുന്നത്, സമർപ്പണ മനോഭാവത്തോടുകൂടി, രൂപധ്യാനത്തോടുകൂടി, രൂപം മനസ്സിൽ സങ്കല്പിച്ച്, രൂപം കണ്ട്, ശബ്ദം ശ്രവിച്ച്, അതൊക്കെ ഹയർ ലെവൽസ് ഓഫ് മെഡിറ്റേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആകുവാൻ കഴിയുന്നു, വ്യക്തികൾ തമ്മിൽ അതിൻ്റെ വളരെയധികം വേരിയേഷൻ ഉണ്ടാകും. അത് എത്രത്തോളം നമുക്ക് സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു, അത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എന്നുള്ള കാര്യം അറിയാം. വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പോൾ ഈ നമ്മുടെ തന്നെ വശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ രീതികൾ വേറൊരു തലത്തിൽ, വേറൊരു രീതിയിൽ അവർ സയൻറ്റിഫിക് എന്നുള്ള ഒരു പ്രൊപ്പഗാൻഡയോടുകൂടി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഉൾപ്പെടെയുള്ള മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിൽ അടിസ്ഥാനപ്പെടും നമ്മുടെ തന്നെ ആചാരങ്ങൾ, നമ്മുടെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുതിയ
രൂപത്തിൽ എന്ന് പറയാൻ പറ്റില്ല, അതേ രൂപത്തിൽ തന്നെ പുതിയ ഭാവത്തിലും അതേ ഭാവത്തിൽ തന്നെ, എന്നാൽ അതിൻ്റെ പ്രൊപ്പഗൻഡ ലെവലിൽ വേറൊരു പേര് സ്വീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മുടെ സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈ പ്രോഗ്രാമിനകത്ത് പറഞ്ഞിട്ടുള്ള ലളിതമായിട്ടുള്ള പ്രാർത്ഥനകളൊന്ന് അനുഷ്ഠിച്ച് നോക്കുക. പ്രയോജനം വരുന്നു, ഉടനെ ഉണ്ടാവില്ല പ്രയോജനം. ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറേ കാലം എടുക്കും. ചിലർക്ക് പെട്ടെന്ന് അത് സാധിച്ച് കിട്ടുകയും ചെയ്യും, ചിലർക്ക് കുറേ കാലം, മാസങ്ങളോ വർഷങ്ങളോ, ചിലർക്ക് അത് എന്ന് വരാം. അക്കാഡമിക്സ് പഠിക്കുന്നത് പോലെയാണ് ചിലർക്ക്. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ഫോർ സംബഡി ടു മെമ്മറൈസ് ഓൾ ദീസ് തിങ്സ് അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ഓൾ ദീസ് തിങ്സ്. അതിനകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള, ചിലർക്ക് പെട്ടെന്ന് ഓർമ്മയിൽ എത്തിക്കുവാൻ കഴിയും, പക്ഷേ ആവശ്യത്തിന് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം എന്നില്ല. അപ്പോൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലായിരിക്കും വർക്ക് ചെയ്യുക. എന്തായാലും പ്രാർത്ഥന കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ അതിലൂടെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ബെറ്റർ ആവും. അപ്പോൾ ചിലർ തന്നെ പറയും സൈക്കോളജിക്കലാണ് പ്രാർത്ഥന, അതിലെന്താ കാര്യം? സൈക്കോളജിക്കൽ തന്നെ, സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ദി ഹ്യൂമൻ മൈൻഡ് വിച്ച് ഇസ് ആക്ച്വലി എ പാർട്ട് ഓഫ് യുവർ ബയോളജിക്കൽ സ്ട്രക്ചർ. അതല്ല, മനസ്സെന്ന് പറയുന്ന ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമല്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു ടോട്ടാലിറ്റി ഓഫ് ഹ്യൂമൻ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. ആ മൈൻഡിനെ പ്രാർത്ഥനയ്ക്ക് സ്വാധീനിക്കുവാൻ കഴിയുമെങ്കിൽ, ഒരു രക്ഷാധാരണത്തിന് സ്വാധീനിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, കൂടുതൽ രക്ഷ ധരിച്ചോളൂ. നമ്മുടെ മനസ്സ് കൂടുതൽ വ്യക്തമാവും, ശാന്തമാകും, നന്നായിട്ട് അതിനെ ആക്ട് ചെയ്യാനും കഴിയും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ഈ പ്രോഗ്രാം കാണുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രയോജനമുണ്ടാകും, മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ജോലിയിൽ ഉയർച്ച, ഇൻ്റർവ്യൂസിൽ വിജയം, റിട്ടേൺ ടെസ്റ്റിൽ വിജയം, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പൊതുവേ മെച്ചമായിട്ടുള്ള സാഹചര്യം വരുന്ന സമയമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം കൺസ്ട്രക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല കോച്ചിങ് സെൻറ്ററിൽ പോവുക, നല്ല ടീച്ചിങ് സെൻറ്ററിൽ പോവുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്തുവാൻ കഴിയും. ചിലരൊക്കെ പറയാതെ അപ്പോൾ ഏത് രാശിക്കാർക്ക് നന്നായിട്ട് പഠിച്ചാൽ കിട്ടുമല്ലോ? ഇല്ല, ക്യാമ്പസിൽ നോക്കിയാൽ മതി. പലപ്പോഴും നന്നായിട്ട് പഠിച്ചാലും എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണമെന്നില്ല. ഈ വർഷം നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ ഒരു പക്ഷേ അടുത്ത വർഷം നന്നായിട്ട് പഠിച്ചാലും അത്രയും നല്ല പെർഫോമൻസ് വരണമെന്നില്ല റിസൾട്ട്സ്. അതുപോലെ ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമ്മുടെ പെർഫോമൻസും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ മാത്രം ഒരു കാര്യത്തിൽ വിജയിക്കണം എന്നില്ല. മറ്റ് പല ഫാക്ടേഴ്സും അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ദോഷജാതകമുള്ളവർക്ക് നല്ല വിവാഹം ലഭിക്കുന്ന ഒരു കാലമാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വാരമാണെന്നറിയാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാന കൂടുതൽ, ലാഭം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. നഷ്ടത്തിൽ പോയിരുന്ന ചില ബിസിനസ് പോലും ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ലഭിക്കും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. എല്ലാ രാശിക്കാർക്കും, ഈ ജനിച്ചവർക്കും ഈ ബാധ്യത, വളരെയധികം കടമുണ്ടാക്കി വെച്ചവരുണ്ട്. അത് പലപ്പോഴും അടിസ്ഥാന ജാതകത്തിൽ ബിസിനസ് സ്യൂട്ട് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് സ്യൂട്ട് ചെയ്യാത്തവരോ അങ്ങനെയുള്ള ജാതകങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല സമയം വരുമ്പോഴും അല്പം വരുമാനം കൂടുന്നുള്ളതല്ലാണ്ട് ആ വരുമാനം കൂടുതൽ കൊണ്ട് പലപ്പോഴും ബാധ്യതകൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അവരാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അതായത് മേടം രാശിക്ക് നല്ല ഫലം പറഞ്ഞിട്ടും എനിക്കൊന്നും നല്ലത് വരുന്നില്ല, അങ്ങനെ കടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇങ്ങോട്ട് പലരും മെയിൽ വഴി ചോദിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ബേസിക് ഹൊറോസ്കോപ്പ് നോക്കുക. ജാതകത്തിൽ ഇപ്പോൾ 12 വ്യാഴം വരിക എന്നൊക്കെ പറയാറില്ല. അത് കയ്യിൽ എന്ത് പണം വന്നാലും അതങ്ങ് പോകും. ചിലരുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ അത് വൈഫോ ഹസ്ബൻഡോ അച്ഛൻ്റെയോ അമ്മയുടെയോ നിയന്ത്രണത്തിൽ മാത്രം പണം ചിലവാക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ മാർഗ്ഗമുള്ളൂ. നമ്മുടെ ആ ഡെസിഷൻ മേക്കിംഗ് അങ്ങനെയുള്ള ജാതകമുള്ളവർക്ക് ഒരിക്കലും ശരിയാവില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വയം നിയന്ത്രിച്ചാൽ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിനാണ് ചില പ്രാർത്ഥനാ ടൂൾസ് ഇവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രത്തിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. പഴയ ബാധ്യതകളുള്ളവർക്ക് പുതിയ ബാധ്യതയിലേക്ക് പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പണം ഇങ്ങനെ ചിലവായി പോയിക്കൊണ്ടിരിക്കുകയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയേ മതിയാവുള്ളൂ. പുതിയ ട്രാൻസാക്ഷൻസ്, പുതിയ ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ നക്ഷത്രത്തിലുള്ളവർ തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഈ രാശിക്കാർക്ക് പൊതുവേ ബിസിനസ് കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ, ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർ
ചെയ്യുന്നവർക്ക് അല്പം ലാഭവും അതായത് ഇപ്പോൾ സ്റ്റോക്കൊക്കെ അങ്ങോട്ട് സെയിൽസ് ആകാണ്ടിരുന്ന സ്റ്റോക്ക് പോലും സെയിൽസ് ആകുന്ന ഒരു കാലവുമാണ് എന്നറിയുക. സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആ ഒരു ഫീൽഡൊക്കെ ഒന്ന് ക്ലിയർ ആകുന്നതായിട്ട് അനുഭവപ്പെടും. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സോ മെച്ചമായിട്ടുള്ള IT ഫീൽഡിലെ പൊസിഷനോ വിദേശ ജോലിയോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ രാശിക്കാർ മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത ക്ഷേത്രമുണ്ടെങ്കിൽ അവിടുത്തെ ഗണപതിയെ ദിവസവും വണങ്ങുക. അതിന് മുന്നിൽ നിന്ന് ഓം ഘം നമഃ ഇത് 108 പ്രാവശ്യം ജപിച്ചോളൂ. തടസ്സങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും, ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. കോപ സ്വഭാവമൊക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് സ്വയം നിയന്ത്രണം അത്യാവശ്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഈ കോപ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻസ്, പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള തീരുമാനം ആലോചിക്കാണ്ട് എടുക്കുക. സൗഹൃദങ്ങളിൽ പുതിയ സൗഹൃദം നമ്മൾ ചിന്തിക്കാണ്ട് കൊണ്ടുവരിക. പഴയ സൗഹൃദങ്ങളിൽ ഒരു അകൽച്ച വരിക. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രോസ് ആൻഡ് കോൺസ് വെയ് ചെയ്യുക എന്ന് പറയും. എന്താ അത് ശരിയാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. ബന്ധങ്ങളിൽ ഒരു ഊഷ്മളത കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും ഈ കൺസ്ട്രക്റ്റീവായിട്ടുള്ള അപ്രോച്ച് കൊണ്ട് കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയിൽ ജനിച്ചവർക്ക് ഈ വാഹനത്തിന് റിപ്പയർ വർക്കോ അല്ലെങ്കിൽ ഗൃഹത്തിന് കുറച്ച് അഡീഷണൽ വർക്കോ ഒക്കെ വരുന്നതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ, ചിലവിങ്ങനെ പണം ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാം എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പഴയ ബാധ്യതകൾ ഇവരെ അല്പം വിഷമപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം. ഒരു കനകധാര സ്തോത്രം ജപിച്ചോളൂ, ക്രമേണ പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. രോഹിണി നക്ഷത്രക്കാർ മാത്രമല്ല, ഈ രാശിയിൽ ജനിച്ചവർക്കൊക്കെ തന്നെയും കനകധാര സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് ചെലവ് കൂടിയാലും വരുമാന വർധനവിനായി ഈ പ്രാർത്ഥന സഹായിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പുതിയ ബിസിനസ് വെഞ്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് മാറുക, അതിനൊന്നും അത്ര നല്ല സമയമല്ല. ദൈവാധീനം അല്പം ഒരു കുറവുള്ള സമയമായതുകൊണ്ട് പ്രണയകാര്യങ്ങൾക്കും അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്കും അത്ര നല്ല സമയമല്ല. വേഗം ഒരു വിവാഹം ശരിയായി വന്നാലും അതിലും സെക്കൻഡ് തോട്ട് കൊടുത്ത് മാത്രം തീരുമാനമെടുക്കുക. ആചാര്യസ്ഥാനീയർ എന്ന് പറയും, ടീച്ചേഴ്സ്. പിന്നെ നമ്മളത് ഗുരുസ്ഥാനീയർ. പിന്നീട് നമ്മൾ കാരണവസ്ഥാനീയർ എന്ന് പറയും, സീനിയർ ആയിട്ടുള്ള പീപ്പിൾ, ഫാമിലിയിലുള്ളവർ ഹു ക്യാൻ ടേക്ക് എ ഡിസിഷൻ ബിക്കോസ് ദേ നോ അബൌട്ട് ലൈഫ് എന്ന് നമ്മൾ പറയുമല്ലോ. അവരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ വിവാഹ പ്രണയ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അറിയുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ, കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. ഈ രാശിക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ ചെറിയ നേട്ടങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വരുവാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതായത് സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗുഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ അങ്ങോട്ട് സെയിൽസായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവ് വർദ്ധിച്ചാലും വരുമാനത്തിൽ അല്പം ഒരു വർധനവ് വരുന്നത് കൊണ്ട് പല പ്രയാസങ്ങളും ഇതുകൊണ്ട് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയും എന്നുള്ളൊരു തോന്നലുണ്ടാകാം. ഈ രാശിയിൽ ജനിച്ചവർ പൊതുവെ അന്യരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ അങ്ങോട്ട് അല്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അവർ ചോദിക്കാണ്ട് അഭിപ്രായങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ തെറ്റിദ്ധാരണയുണ്ടാകാനും ചില വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു ശൈഥില്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു അകൽച്ച ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. തിരുവാതിര നക്ഷത്രക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവരുടെ സ്പൗസുമായിട്ട്, അതായത് ഹസ്ബൻഡ് ഓർ വൈഫുമായിട്ടൊക്കെയുള്ള സംസാരം, പെരുമാറ്റം, അവരുടെ ഇൻലോസുമായിട്ടുള്ള ആ ഒരു പെരുമാറ്റ രീതിയിൽ വളരെ കൺട്രോൾഡായിട്ട് മുന്നോട്ട് പോകണം. അഭിപ്രായങ്ങൾ പറയാതെ നമ്മൾ പുഞ്ചിരിയോടുകൂടി അഭിപ്രായങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അഭിപ്രായങ്ങൾ ഒരു പോസിറ്റീവ് നേച്ചർ എപ്പോഴും ഉണ്ടായിരിക്കണം. ക്രിട്ടിക്കൽ നേച്ചർ ഉണ്ടാകാൻ പാടില്ല ഈ വാരം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴുണ്ടാകുന്ന അകൽച്ച എന്ന് പറയുന്നത് പിന്നെ അത്ര എളുപ്പം അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് സരസ്വതീ ദേവിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അന്യർക്ക് സന്തോഷകരമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുവാൻ
ദേവി അനുഗ്രഹിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്നവർക്കും അത് തന്നെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഔചിത്യത്തോടുകൂടി സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടാവും. പലരും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഔചിത്യത്തോടുകൂടി വളരെ കൺട്രോൾഡായിട്ട് സംസാരിക്കുന്നത്, ചില പ്രത്യേക നിമിഷങ്ങളിൽ കൺട്രോൾ നഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ പല നഷ്ടങ്ങളും വരുത്തി വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു പീരീഡാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ രാശിക്കാരെന്നുള്ളതുകൊണ്ട് ഒരു കൺട്രോൾ വേണം, അത്രേ ഉള്ളൂ. ആ കൺട്രോളിനായിട്ട് ദേവി സഹായിക്കും. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ ശ്ലോകം 9 പ്രാവശ്യം ജപിച്ചോളൂ. സരസ്വതി ദേവി നാവിൻ തുമ്പത്ത് തന്നെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉയർച്ച നൽകുവാനും ദേവി സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ബാധ്യത കുറയ്ക്കുവാൻ വേണ്ടി ഔചിത്യത്തോടുകൂടി പെരുമാറുന്നത് കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നതിൽ നിന്ന് വരുമാന വർധനവുണ്ടാകുവാനുള്ള ഭാഗ്യവും സരസ്വതി ദേവി നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനോ അല്ലെങ്കിൽ അനുഭവങ്ങൾ വരുന്നതിൻ്റെ സൂചന ലഭിക്കുന്നത് കൊണ്ടുള്ളിലുള്ളൊരു സന്തോഷം വർദ്ധിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. വളരെ കാലമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ബാല്യകാലത്തിലെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, വളരെ കാലമായിട്ട് ബന്ധം മുറിഞ്ഞു പോകുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ചില ബന്ധുക്കളുമായിട്ടുള്ള പുനഃസമാഗമം, ഇങ്ങനെയുള്ള ചാൻസസ് ഉള്ളൊരു കാലമാണ്. ഇതൊക്കെ മനസ്സിനെ വളരെയധികം പുഷ്ടിപ്പെടുത്തുക, എനർജൈസ് ചെയ്യുക, സന്തോഷിപ്പിക്കുന്ന ഒരു കാലമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രാശിയിൽ പലരും ചോദിക്കാറുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും വരുന്നില്ല, എനിക്ക് എപ്പോഴും സാമ്പത്തിക പരാധീനത തന്നെയാണ്. പലപ്പോഴും നമ്മൾ അക്കാഡമിക്സിലായാലും ജോലിയിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും ഈ പരാധീനത അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നത് പല കേസിലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വയം വരുത്തി വയ്ക്കുന്നതാണ്. സ്വയം കൃതാനർത്ഥം എന്ന് പറയും. അത് പലപ്പോഴും നമ്മുടെ കൺട്രോൾ വിട്ടങ്ങ് പോകുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരോട് അഭിപ്രായം ചോദിക്കാനുള്ളൊരു വൈമനസ്യമോ അല്ലെങ്കിൽ ടേക്കിംഗ് അഡ്വൈസ് ഫ്രം വെരി കേപ്പബിൾ പേഴ്സൺസ് എന്നുള്ളതിൻ്റെ ഒരു വിമുഖതയോ ഒക്കെയാണ് പലപ്പോഴും നമ്മളെ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അത് കൂടുതൽ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരും നമ്മളെപ്പോഴും നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സമീപനം ശരിയല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ചിലർക്കൊക്കെ ചെറിയ പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ളത്. കർക്കിടകം രാശിക്കാണ് പ്രത്യേകിച്ചും അത് വളരെ പ്രകടമായി കാണുന്നത്. ഇപ്പോഴല്ല, കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ്. അത് ക്യാഷ് ഡ്രെയിൻ ഉണ്ട്, അതനുസരിച്ച് ഇൻകം ഫ്ലോ വരുന്നില്ല. ഇനി ചില കേസസിൽ ഇൻകം ഫ്ലോ സ്റ്റാഗ്നേറ്റഡ് ആവുന്നു. വസ്തു വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അത് കാരണം പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. വിവാഹ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സം ആവർത്തിച്ച് വരുന്നു. ഇതിലൊക്കെ ഒരു മാറ്റം വരുന്ന കാലം ആരംഭിച്ചിട്ടുണ്ട്. ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഈ കാലം ഉപയോഗിക്കുക. അതായത് നല്ല ബെറ്റർ പ്ലേസ്മെൻറ്റ് ജോലിയിൽ കിട്ടും, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഇങ്ങനെ വരാനുള്ള യോഗമുണ്ട്. അത് ഓരോ വ്യക്തിയും അനുസരിച്ച് അതിൽ വ്യത്യസ്തത വരാം. ചിലർക്ക് കുറച്ച് കാശ് കിട്ടാം, ചിലർക്ക് വളരെയധികം കാശ് കിട്ടാം. എനിവേ, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നതിൻ്റെ ഒരു സൂചന വ്യക്തമായി ലഭിക്കുന്ന ഒരു കാലമാണ് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനായി തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി മാറ്റുവാനായിട്ടുള്ള പ്രാർത്ഥനയാണ് നടത്തേണ്ടത് എന്നറിയാം. പെട്ടെന്ന് എമോഷണലി ഹേർട്ടാവുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും മാറ്റുവാനായിട്ട് പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം എന്നാരംഭിക്കുന്ന ഗണേശ സ്തോത്രം അങ്ങോട്ട് ജപിച്ചോളൂ. ദിവസവും 9 പ്രാവശ്യം, തിങ്കളാഴ്ചകളിൽ പറ്റുമെങ്കിൽ അത് 54 പ്രാവശ്യം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും ഗണപതി നീക്കിത്തരുമെന്ന് സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. പൊതുവെ കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സം വരികയും ആ തടസ്സം കാരണം എനർജി ലെവൽ ഒന്ന് കുറയുകയും അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. അതായത് ഈ കോഴ്സ് ഇപ്പോൾ എന്നെക്കൊണ്ടത് പൂർത്തിയാക്കാൻ കഴിയുമോ, ഈ കോഴ്സ് എടുത്തത് മണ്ടത്തരായില്ലേ, അതായത് BSc അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MBBS ഏത് കോഴ്സോ ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് കോഴ്സോ ആയിക്കോട്ടെ, അതൊക്കെ ഏറ്റെടുത്തിട്ട് അയ്യോ ഇത് എന്നെക്കൊണ്ട് കഴിയുമോ എന്നൊക്കെയുള്ള ചിന്ത വരുന്ന ഒരു സമയമാണ്. പിന്നെ ഒരു ശരീരത്തിന് ക്ഷീണം, ഒരു ലേസിനെസ്സും പ്രകടമായി വരാം.
ഈ സമയത്ത് ബാഡ് കമ്പനി, നമുക്ക് ചേരാത്ത ബാഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് ചേരാത്ത രീതിയിലുള്ള സൗഹൃദം നല്ലതല്ല. ഇപ്പോൾ ചേരാത്തതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ചെയ്യുന്നത്. ആരും ബേസിക്കലി ഗുഡ് ഓർ ബാഡ് എന്നുള്ള സങ്കല്പത്തിലല്ല. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും നല്ലത്. ലേസി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും നമ്മുടെ ഹാർഡ് വർക്കിംഗ് നേച്ചർ അങ്ങോട്ട് താഴേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്തായാലും പഠന കാര്യങ്ങളൊരു താല്പര്യക്കുറവ് വിദ്യാർത്ഥികൾക്ക് വരാം എന്നുള്ളതുകൊണ്ട് ബുധനാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, അടുത്ത് സരസ്വതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി മുന്നോട്ട് പോവുക ഈ പ്രയാസങ്ങൾക്കൊരു പരിഹാരമാകും. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ പറ്റിയ സമയമല്ല, എന്നാൽ പ്രണയം വരാം. പ്രണയത്തിന് ഒട്ടും നല്ല സമയമല്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പ്രണയ കാര്യങ്ങളിൽ നിന്നും ഓവർ സോഷ്യലൈസിങ് എന്ന് പറയും. നമ്മളിപ്പോൾ പിക്നിക്കിന് പോവുക, അങ്ങനെയുള്ള ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് 2 വീലർ യാത്ര ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കാരണം വീഴ്ച, മുറിവ്, പ്രയാസങ്ങൾ, ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. അഭിപ്രായ വ്യത്യാസം കൊണ്ട് ചില അകൽച്ചകൾ വരികാം. അതായത് ഈ കുടുംബത്തിനകത്ത് തന്നെ ചില വാക്ക് ഉപയോഗിക്കുന്നതിൽ പൂരം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ അഭിപ്രായങ്ങൾ വളരെ കൺട്രോൾഡായിട്ട് ഉപയോഗിക്കണം. സാമ്പത്തികമായിട്ടും പൂരം നക്ഷത്രക്കാർ ചില പ്രയാസങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും സിഗ്നേച്ചറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പൂരം നക്ഷത്രക്കാർ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ രാശിക്കാർക്കൊക്കെ അത് ബാധകമാണ്. എങ്കിലും മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം ഈ രാശിക്കാർക്ക് അത് പൂർണ്ണമായിട്ടും ബാധകമാണെങ്കിലും പൂരം നക്ഷത്രക്കാർക്ക് ആയിരിക്കും ഇതിൻ്റെ ചെറിയ പ്രയാസങ്ങൾ ഏറിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ കുറച്ചൊന്ന് നിയന്ത്രണത്തോടുകൂടി മുന്നോട്ട് പോവുക. ഒരു വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പ്രാർത്ഥന, മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ശുക്രനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. 6 പ്രാധാന്യം ഏറെയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പുനർനക്ഷത്രം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോക്കുകൾ. ജോലി മാറാനൊന്നും ഈ വാരം ശ്രമിക്കരുത്. അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ ഭദ്രകാളി പ്രീതി കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അറിയാം. ഭദ്രകാളിയുടെ ഇഷ്ടസുക്തം ജപിച്ചോളൂ. കേശാഗ്നിങ്കേശി വിഷങ്കേശി എന്നാരംഭിക്കുന്ന സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. മാറ്റങ്ങൾ, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു വാരമാണ്. ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാഗ്നേഷനൊക്കെ കുറയുന്നതായി അനുഭവപ്പെടും. സ്റ്റോക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ സെയിൽസ് ആകുന്നില്ല എന്ന് വിഷമിച്ചവർക്ക് സ്റ്റോക്കൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നു ചേരും. അതിൻ്റെ സൂചനകളെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ഊർജ്ജസ്വലത പല കാര്യങ്ങളെയും ഇതുവരെയായിട്ട് നെഗറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. അത് പോസിറ്റീവായിട്ട് കാണാനായിട്ട് കാര്യങ്ങളൊക്കെ ശരിയാവുമെന്നാണ് തോന്നുന്നത് എന്നുള്ളൊരു ഫീല് മനസ്സിൽ വരുന്നത് കൊണ്ട് ഡ്രൈവ് ആൻഡ് എൻതൂസിയാസം കൂടാനുള്ള ഭാഗ്യവും അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ വിജയത്തിലെത്തിക്കുവാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വിജയത്തിൽ തീർച്ചയായിട്ടും കൊണ്ടുചെന്നെത്തിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോഴാണ് വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കേണ്ടത്, പ്രത്യേകിച്ച് ദോഷജാതകമുള്ളവർ എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ രാഹുദോഷമുണ്ടെങ്കിൽ സർപ്പപ്രീതി വരുത്തുക. അത് 7-ലോ 8-ലോ രാഹു വരിക എന്നുള്ളതാണ് രാഹുദോഷം. അപ്പോൾ സർപ്പപ്രീതി വരുത്തുക. മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാവ്, നാഗരമ്മൻ കോവിൽ എന്നീ ക്ഷേത്രങ്ങൾ ആമയുടെയിലൊക്കെ ദർശനം നടത്തി അവിടെ ഒരു മുഹൂർത്തകാലം പ്രാർത്ഥിച്ചോളുക. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതുകൊണ്ട് സന്തതി ഭാവത്തിനുള്ള പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയിൽ ജനിച്ചവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജിക് കണ്ടീഷൻസ്, വീഴ്ച, മുറിവ് ഇതൊക്കെ വരാൻ ഒരു സാധ്യതയുള്ള കാലമാണ് എന്നുള്ളതുകൊണ്ടാണ് നാഗരാജ പ്രീതി അത്യാവശ്യം വരുത്തണം എന്ന് പറഞ്ഞത്. നാഗരാജ ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ, പ്രയാസങ്ങളൊക്കെ നീങ്ങും. ഈ പറഞ്ഞ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജിക് കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം.
നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈം ഫ്രെയിമിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഊർജ്ജസ്വലത കുറവ് വന്നിരിക്കാനുള്ള സാധ്യതയും, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ അത്ര പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരാം. അല്പം ഒരു വിഷമം, അതൊരു ഡിപ്രഷനിലേക്കൊന്നും പോകാതെ ശ്രദ്ധിക്കണം. കാരണം ഡിപ്രഷൻ എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്നുള്ള നിലയിലല്ല. നമ്മൾ അല്പം ഒരു വിഷമം വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കോപം വരാം. നമ്മൾ ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാം. അതൊക്കെ വരാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വിദ്യാർത്ഥികൾ ഈ സോഷ്യലൈസേഷനും കുറയ്ക്കുക. 2 വീലർ റൈഡ് കഴിയുന്നതും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ പ്രയാസങ്ങളുടെ സൂചനയുണ്ട്. പ്രത്യേകിച്ച് തെറ്റിദ്ധാരണകൾ ഏറെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ ശൈഥല്യം വരാതെ ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പ്രധാനപ്പെട്ട വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റിവെക്കുക. ബിസിനസ് രംഗത്ത് നമ്മളൊരു സ്ട്രോങ് ഡെസിഷൻ എടുക്കുന്നതിന് മുമ്പ് ആചാര്യസ്ഥാനീയരോടും, അതായത് ടീച്ചേഴ്സ്, കാരണവസ്ഥാനീയർ, ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള കുടുംബത്തിലെ സീനിയേഴ്സിനോടും ഒക്കെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാമ്പത്തിക ബാധ്യതയുള്ള ഈ രാശിക്കാർക്ക് ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട്. എങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് റീപേ ചെയ്യുന്നുള്ളൊരു വിഷമമൊക്കെ വരാം. ഒട്ടും വിഷമിക്കേണ്ട. മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചോളൂ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നാരംഭിക്കുന്ന സ്തോത്രം ജപിച്ചോളൂ. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറിയിരിക്കും. സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സമൊക്കെ നീങ്ങാൻ, അതുകൊണ്ട് പ്രണയിക്കുന്നവർക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. പ്രണയത്തിൻ്റെ ഒരു സൂചനയുള്ളതുകൊണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിവാഹാലോചനകൾ വരുവാനോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. ഇത് സൗഹൃദവുമാകാം. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സൗഹൃദം വരാനോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലം അകന്നു പോയിരുന്ന സുഹൃത്തുക്കൾ വന്നു ചേരാനോ, ഒരുപക്ഷെ അവർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും സൗഹൃദം തുടരുവാൻ കഴിയാത്ത, അതൊക്കെ വന്നു ചേരുന്ന കാലമാണ്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനും സൗഹൃദം പുനഃസ്ഥാപിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. അവരെ കൊണ്ട് തന്നെ ബിസിനസ്സിലൊരു റൈസ് ഉണ്ടാകാനുള്ള യോഗം, പുതിയ കോൺടാക്ട്സും ഉണ്ട്. പല ബിസിനസ് പ്രപ്പോസൽസും നമുക്ക് അനുകൂലമായിട്ട് വരാനും ഒക്കെയുള്ളൊരു ഭാഗ്യം കാണുന്നു. എന്നാൽ സ്പെൻഡിങ്ങിലൊരു കൺട്രോൾ വേണം. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നത് കുറയ്ക്കുക. കാരണം ഒരു ക്യാഷ് ഫ്ലോ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന വരും. അപ്പോൾ ക്യാഷ് വരുന്നതിന് മുമ്പ് തന്നെ ചിലവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ആ ഒരു സ്പെൻഡിങ് സ്പ്രീ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് താല്പര്യം വരും. അതുകൊണ്ട് തന്നെ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നത്, അതിന് യോഗമുള്ള സമയമാണ്. ലോണൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾഡ് ആയിട്ട് എക്സ്പെൻസസ് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പുതിയ ബിസിനസ്സിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ വരും. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. പുതിയ അവന്യൂസ്, പുതിയ ഏരിയാസിൽ നമുക്ക് കിടക്കുവാൻ പറ്റുന്ന ഒരു സമയമാണെന്നും അറിയുക. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്തും വിദേശത്തും യാത്ര ചെയ്യുവാനോ അവിടെ പഠിക്കുവാനോ അവിടെ ജോലി ലഭിക്കുവാനോ ഭാഗ്യമുള്ള ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയുക. ചില വ്യക്തികളെ കൊണ്ടോ സാഹചര്യമോ കൊണ്ടോ ഉണ്ടായ പ്രയാസങ്ങൾ മാറ്റുവാനായിട്ട് ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു കുറച്ച് കുങ്കുമം വാങ്ങി സമർപ്പിക്കുക. തെറ്റിപ്പൂടെ, ചുവന്ന തെറ്റി കൂടി ഉണ്ടെങ്കിൽ ഏറെ നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എല്ലാ തരത്തിലും ഉയർച്ച വരേണ്ടത് അത്യാവശ്യമാണെങ്കിൽ പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ചില വ്യക്തികൾ ഈ രാശിക്കാരിലുണ്ട് എന്നറിയാം. അവർ ഭദ്രകാളി 10 ജപിച്ചോളൂ. എല്ലാ ദിവസവും ഭദ്രകാളി 10 5 പ്രാവശ്യം വെച്ച് ജപിക്കുക. ഭദ്രകാളി പ്രീതി ഉണ്ടാവും. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പഴയ സൗഹൃദം തിരിച്ചു വരുന്നൊരു കാലമാണ് എന്നുള്ളതാണ്. പലരുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉണ്ടാകാനും, അതുകൊണ്ട് നമുക്ക് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റിലൊരു വ്യത്യാസം വരും. പെട്ടെന്നൊരു ഊർജ്ജസ്വലത വരും. ഒരു പ്ലസൻ്റ് നേച്ചർ ഫേസിൽ വരാനുള്ള ഭാഗ്യമുണ്ട്. ആ സൗഹൃദം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ പുതിയ സൗഹൃദം കൊണ്ട് ചെറിയ നേട്ടങ്ങൾ, അത് ഇമോഷണലി നമ്മൾ കുറച്ച് ഹാപ്പി ആകുമ്പോഴേക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി മുന്നോട്ട് വരും, അല്ലേ? അപ്പോൾ ബിസിനസ്സിലായാലും നമുക്കൊരു ഡ്രൈവ് ഉണ്ടാവും, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇൻ്റർവ്യൂസിൽ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സൗഹൃദത്തിലൂടെ പുതിയ അവസരങ്ങൾ ജോലിയിൽ വരാനുള്ള ഭാഗ്യം
ഭാഗ്യമുണ്ട്. പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുക, ജോലി ലഭിക്കുക ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ വരാനുള്ള ഒരു യോഗവുമുണ്ട്. എന്നാലും പൊതുവെ അത്ര അങ്ങോട്ടൊരു ദൈവാധീനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വിവാഹ കാര്യങ്ങളിലെ തീരുമാനങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ജാതകപ്പൊരുത്തം നോക്കി ഒരു സെക്കൻഡ് തോട്ട് കൊടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പ്രണയകാര്യങ്ങളിലും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. പ്രണയകാര്യങ്ങളിലും പെട്ടെന്ന് അത് വിവാഹത്തിലെത്തിക്കുവാനുള്ള ശ്രമം അരുത്. അത് ഒരു സെക്കൻഡ് തോട്ട് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രം മതി. പുതിയ ബിസിനസ് വെഞ്ചേഴ്സിലേക്ക്, ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ബിസിനസ് വെഞ്ചേഴ്സിലേക്കും ഷെയർ ട്രേഡിലേക്കുമൊക്കെ ഒരു ജമ്പ് വേണ്ട. അതിന് പറ്റിയ വാരമല്ല എന്നുള്ള കാര്യം അത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം, അവിടെ ഒരു താമരപ്പൂവ് കഴിയുമെങ്കിൽ സമർപ്പിക്കുക. ഒരു സഹസ്രനാമാർച്ചനയും ഉത്തമമായി കാണുന്നു. ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മഹാവിഷ്ണു രക്ഷയ്ക്കും മനസ്സിന് സമാധാനവും സന്തോഷവും നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഭാവം വന്നു ചേരുന്ന ഒരു സമയമാണ്. ദൂരയാത്ര, ഉല്ലാസയാത്ര, പിക്നിക്ക്, ഫോറിൻ ട്രിപ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് പ്ലേസസ് ട്രിപ്പ്, ഇതൊക്കെ അനുഭവേദ്യമാകുന്ന ഒരു സമയമാണ്. ഇല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പ്ലാനിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. പുതിയ വീട് വാങ്ങുന്നതിനെക്കുറിച്ചോ, ഇപ്പോഴുള്ള വീട് വിറ്റ് വേറൊരു വീട് വാങ്ങുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഫ്ലാറ്റൊക്കെ അവൈൽ ചെയ്യുന്നതിനെക്കുറിച്ചോ, അതിൻ്റെ ലോണിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്ത് ലോണൊക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ്. വെഹിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും പുതിയ വെഹിക്കിൾ വാങ്ങുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കാണുന്നു. അതിനുള്ളൊരു താല്പര്യം വരുന്നുള്ളതാണ്. പുതിയ ജോലിക്കുള്ള ഒരു എൻട്രി ലഭിക്കാം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു ജോലി തന്നെ തരപ്പെടുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അതിനായി ശ്രമിക്കുക. വിദേശ യാത്രയ്ക്കുള്ള യോഗം ഉണ്ട്. ദൂരദേശ യാത്രയ്ക്കുള്ള യോഗം പ്രൊഫഷണൽസിന് കാണുന്നു. അവിടെ ബെറ്റർ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയ ജോബ് ഓഫേഴ്സ് വരാം. ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. കോൾ ലെറ്റേഴ്സൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. എന്ന് മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വളരെ അവെയർ ആയിരിക്കണം. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുക. വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമാണ്. പ്രണയം വിവാഹത്തിലെത്തുവാൻ അല്ലെങ്കിൽ വിവാഹം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിയുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അല്പം കുറയാനുള്ള ഒരു യോഗമുണ്ട്. പ്രത്യേകിച്ച് റൊമാറ്റിക് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതിലൊരു റിലീഫ് വരാനുള്ള യോഗമുണ്ട്. സന്തതി ഭാവത്തിനും ഉയർച്ച ഈ വാരം കാണുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും പ്രായമായവർ ഈ അലർജിക് കണ്ടീഷൻസ്, ഡൈജഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് വരാണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഔട്ടിങ്ങിൽ പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തോളുക. എല്ലാ ഐശ്വര്യങ്ങളും വരുവാൻ വേണ്ടിയിട്ട് രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതായത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിയെ ദിവസവും ദർശിക്കുക, ദർശനം നടത്തുക, ശനി സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാം അനുകൂലമായി തന്നെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. കുറച്ച് ടെൻഷനുള്ള ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. അതായത് പിതൃ വഴിക്കോ അച്ഛൻ വഴിക്കോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ വരാം. അച്ഛൻ എന്തെങ്കിലും ആരോഗ്യ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് ചെറിയ പ്രയാസങ്ങൾ, ടെൻഷൻസ് വരാം. നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനോ അക്കാഡമിക് എക്സലൻസിലേക്ക് എത്തുവാനോ പ്രൊഫഷണൽ എക്സലൻസിലേക്ക് എത്തുവാനോ ഇങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങൾ, വൈകാരികമായിട്ടുള്ള തടസ്സങ്ങൾ വരാം. മാതൃസ്ഥാനീയർക്കും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. കുടുംബത്തിൽ പൊതുവെ ഒരു ക്യാഷ് ഡ്രെയിനിൻ്റെ, കുറേ ക്യാഷ് അങ്ങോട്ട് ചിലവാകുന്നതിൻ്റെ കാലമാണ്. വേണ്ടപ്പെട്ടവർ പലപ്പോഴും നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പലതും ഉപകാരങ്ങളും ചെയ്തു, എന്താ ഇപ്പോൾ ഇവരിങ്ങനെ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പൊതുവെ ലൈഫിനെ കുറിച്ച് തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. വിവാഹിതർക്കും ഇങ്ങനെയൊക്കെ തോന്നാം. വിവാഹത്തിലേക്ക് വിവാഹം അങ്ങോട്ട് വേണോ എന്ന് ചിലർ ചിന്തിക്കുന്ന കാലമാണ്. അതായത് ഇപ്പോൾ വിവാഹമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വേണോ വിവാഹം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജാതക പരിശോധന, സീനിയേഴ്സിൻ്റെ, കാരണവസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം വരുന്ന രീതിയിൽ മാത്രമേ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. പ്രണയ കാര്യങ്ങളിൽ റോങ് ഡിസിഷൻ മേക്കിംഗ് വരുന്നൊരു സമയമായതുകൊണ്ട് പ്രണയമൊക്കെ
അങ്ങോട്ടൊരു കൺട്രോൾഡായിട്ട് മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പുതിയ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുവാൻ പറ്റിയ സമയമല്ല. വാഹനത്തിനൊക്കെ ചെറിയ റിപ്പയർ വർക്കും അഡീഷണൽ എക്സ്പെൻഡിച്ചറും ഒക്കെ വരാം. വാഹനം ചേഞ്ച് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. പുതിയ വാഹനം വന്നു ചേരാനുള്ള യോഗമുണ്ട്. പക്ഷേ അതിൻ്റെ ട്രാൻസാക്ഷനിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഷെയർ മാർക്കറ്റിൽ ഉള്ളവരും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട എന്നുള്ളതാണ്. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ശനിയാഴ്ച വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു നീരാജനം കഴിപ്പിക്കുക. ദിവസവും ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി. പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ധാരാളം പണം ചിലവാകുമെങ്കിലും അത്യാവശ്യം പണം വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് മാത്രമല്ല, വേണ്ടപ്പെട്ടവർ സഹായിക്കുവാനും ചിട്ടിയോ അല്ലെങ്കിൽ ലോണോ ഒക്കെ തരപ്പെടുവാനും ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അവർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർക്കൊരു ജോലിയോ വരുമാനത്തിൽ വർധനവോ അവരുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമോ ഒക്കെ വരാം. എന്നാൽ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, വീഴ്ച, മുറിവ് ഇവയ്ക്കൊക്കെ ഉള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് 2 വീലർ റൈഡ് ആൻഡ് ഡ്രൈവ് ഒക്കെ കഴിയുന്നതും കുറയ്ക്കുക. രാത്രികാല സഞ്ചാരം കുറയ്ക്കുക. മൗണ്ടനിയറിങ് മുതലായ റിസ്കി ആയിട്ടുള്ള ഈ സ്പോർട്സ് ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പിക്നിക്കിന് പോകുമ്പോൾ തന്നെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാണ്ടിരിക്കുക. പലപ്പോഴും കൂടെയുള്ളവർ പറയും അതിനെന്താ ഒരു റൈഡിന് പോകാമല്ലോ. അതൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. കാരണം ഇഞ്ചുറി പ്രോൺനെസ് വളരെ ഹൈ ആണ്. അലർജിക് കണ്ടീഷൻസ്, ഇൻറ്റസ്റ്റൈനൽ ട്രബിൾസ്, രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഒക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഡയറ്റിങ്ങിലൊക്കെ ഒരു കൺട്രോൾ വേണം. ഇമോഷണലായിട്ട് ചില കാര്യങ്ങളിൽ, ചില ലോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരാം. ഉത്രട്ടാതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ളതാണ്. അവർക്ക് വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ പ്രയാസങ്ങളുടെ സൂചനയുണ്ട്. ബാധ്യത വരുത്തി വെച്ചിട്ടുള്ളവരായിരിക്കാം ഇവർ എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലം അത്ര അനുകൂലമായിട്ടുള്ള സമയമായിരുന്നില്ല. ഒരു പുതിയ ലോണൊക്കെ തരപ്പെടുമെങ്കിലും അത് കഴിയുന്നതും ഒഴിവാക്കും. പുതിയ ബാധ്യതകളിലേക്ക് എത്തരുത് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ രാശിക്കാർക്ക് പൊതുവെ അധിക പണച്ചെലവ് കാണുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ദൈവാധീനം വരുത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ബുധൻ, വ്യാഴം ഈ ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു സഹസ്രനാമാർച്ചന കഴിപ്പിക്കുക. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കര കോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണോ ചക്രം സദാഹം ശരണം പ്രപദ്യേ. ഈ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. വ്യക്തികളെ കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തീർച്ചയായിട്ടും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ഇനി മെയിൽസിലേക്ക് കിടക്കാം. ധാരാളം മെയിൽസ് വരുന്നുണ്ട്. പല സ്റ്റേറ്റ്സിൽ നിന്നും പല കൺട്രീസിൽ നിന്നും. മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ മെയിൽ അയക്കുന്നുണ്ട്. വളരെ സന്തോഷം. കഴിയുന്ന മെയിൽസിനൊക്കെ ഈ പ്രോഗ്രാമിലൂടെ ഉത്തരം നൽകുന്നതാണ്. അതിൽ സംശയം വേണ്ട. പലർക്കും വളരെ പ്രധാനപ്പെട്ട പലരും മലയാളികൾ തന്നെ ഇംഗ്ലീഷിലാണ് കത്തെഴുതുന്നത്. പലരും 10-20 ഇയേഴ്സായിട്ട് ദേ ആർ ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പോൾ അവരുടെ മക്കൾക്കൊന്നും അങ്ങനെ ഒരു മലയാളം പ്രൊഫഷ്യൻസി കുറവാണ്. മലയാളം പഠിപ്പിക്കണം. മലയാളം നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് നമുക്കതിനുള്ള മിനിമം പ്രൊഫഷ്യൻസി അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കാരണം പല മെയിൽസും വായിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ആദ്യത്തെ മെയിലെന്ന് പറയുന്നത് ശ്രീമതി പ്രീതി നരസിംഹനാണ്. ഹൈദരാബാദിൽ നിന്നാണ്. മകളുടെ കാര്യമാണ് അറിയേണ്ടത്. പുഷ്യമി സ്റ്റാർ ഇംഗ്ലീഷിലാണ് മെയില്. മൈ ഡോട്ടർ 32 she's in Germany. Pushyami Nakshatram, that is Puyam Nakshatram, Kadagarashi. She wants to know about her daughter. She's in an IAM product, in an Institute of Management product. That is good. Very good position. She's in a very good position in Germany. Was in a relationship for the last 9 years. Okay, for 9 years she was in a relationship which broke in the year 2023. We are very, very worried, and she's also very much worried, and she doesn't want a marriage now. What am I to do, and what advice I should give her? എന്നുള്ളതാണ്. ഞാൻ എന്ത് ഉപദേശം കൊടുക്കണം എന്നാണ് ശ്രീമതി പ്രീതി ചോദിക്കുന്നത്.
ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പൊതുവെ അഷ്ടമശനിക്കാലവും വ്യാഴൻ അത്ര ശുഭകരമല്ലാത്തൊരു സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ അഷ്ടമശനിക്കാലത്തിൻ്റെ ദോഷം അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതുകൂടാണ്ട് വ്യാഴൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തിൽ കടകരാശിയാണ് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ദശാപഹാരങ്ങളും അനുകൂലമായ ഒരു സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് വിവാഹം ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഷോർട്ട് പീരീഡ്, അതായത് ഒരു 11 മാസത്തിനകത്ത് തന്നെ വിവാഹം നടക്കാനുള്ള ഉദ്ദേശമുണ്ട്. 7ാം ഭാവത്തിലേക്ക് പാപദൃഷ്ടിയുണ്ട്. 7ാം ഭാവാധിപൻ്റെ നവാംശകത്തിലെ സ്ഥിതിയും അത്ര ശുഭകരമല്ല. അതാണ് ഈ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രേക്കപ്പ് വന്ന്, അതുകൊണ്ടാണ് വിഷമിക്കേണ്ട കാര്യമില്ല. ഷീ വിൽ ഗെറ്റ് എ വെരി ഗുഡ് മാരേജ്. പിന്നെ ഷീസ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ എന്നുള്ളത് വളരെ ആശ്വാസകരം. ഷീ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ഹർ പ്രൊഫഷൻ, ബട്ട് അറ്റ് ദി സെയിം ടൈം emotionally also she should be very happy, and she is going to have a very, very good groom in due course within the next 11 months, and she is going to be very happy. And basically she is a very nice woman. ആ പഞ്ചമമൊക്കെ നോക്കിക്കഴിയുമ്പോൾ പഞ്ചമവും നവമവും 5ാം ഭാവവും 9ാം ഭാവവും ഒക്കെ നോക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി 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 ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയെ ലഭിക്കുന്ന പുരുഷൻ. ഹസ്ബൻഡ് ഈസ് ഗോയിങ് ടു ബി വെരി ഫോർച്ചുനേറ്റ് ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ടു ബി എ വെരി ഡിവോട്ടഡ് വൈഫ് ആൻഡ് ബെസ്റ്റ് വിഷസ്. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഓം സർവൈശ്വര്യം ഭവന്തു. Second male Kumari Vinoda Nambiar, Karaikudi എന്നാണ്. For a long time we are in Karaikudi for the last 40 years. I am Dhanishta, ഫാമിലിയാണ്. ഫാമിലി 40 വർഷമായി എന്നാണ് പറഞ്ഞിട്ടുള്ള. I am Dhanishta, അവിട്ട നക്ഷത്രം, കുംഭം രാശി, 36, professor in engineering, divorcee for the last 7 years. For the last 7 years, why didn't you get married? I have a son. No, I have a son, 12 years. Is it wise to remarry? Is it wise to remarry? Definitely you should get married because you are very young, and it is always better to have a partner. As you know, many problems can be, I am not talking about problem solving. In fact, you can be very happy when you have a partner. That's a social necessity, so it is better that you get married. But what I know why you are thinking like that, because you have a son 12 years. അതുകൊണ്ടാണ് is it wise to remarry? Definitely it is wise to remarry. You have to find the right person. അത് ജാതകം നോക്കുക, ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ സ്വീകരിക്കുക. അതിപ്പോൾ വന്നിട്ടുമുണ്ടല്ലോ. എ വിഡോവർ കൊളീഗ് വാണ്ട്സ് ടു മാരി മീ, ആം ഐ ടു പ്രൊസീഡ് എന്നുള്ളതാണ്. ഫോർ ദ You have not mentioned whether you like him or not, but at the same time it is better to proceed after consulting with your seniors, that is Acharya Sthaniyar and Karanava Sthaniyar. I have told not only you but also in the program I have been repeating it many times. Acharya Sthaniyar means teachers or astrologers. And Karanava Sthaniyar, that is senior members of the family who know about life very much because of their seniority and a lot of experiences in life. Anyway, you are going to have a very good marital life because from now onwards it's a very positive period for you, and it is going to click very well. So be happy and confident. And one thing which you can do is this: chant Shiva Parvati Stotram every day facing eastern direction just after sunrise. It will give you a lot of good, and things will be all right very soon. And you have to do Sarpa Preeti. As I told you, you have to have Sarpa Preeti because Rahu is in the 8th. Have darshan of Mannarashala every 5 months, and all your problems will be solved, and you are going to have a very, very happy marital life. Be happy and confident. Next mail is Sri Dharmapalan Vadasherikara. My son doing +2, Ailyam Nakshatram, which field will suit him best? That is the question. He is very much interested in sports, and he plays cricket, and he is very good in basketball. And what will be the ideal field for him? 10th house has got Mars, and so naturally he'll be interested in sports. More than that, in physical activity he'll be very much interested, and anything that involves greater physical activity will suit him best. That is the astrological suggestion. And as Shukra is also very much connected to the 10th house, and in Navamsha also, and Dashamsha also, medical field is ideally suited. Medical field means he can opt for sports medicine or something like that.
Anyway, he'll come up very well. He'll come up very well, no doubt about it. Venus is also very strong. He is likely to come to the world of medicine, and he is likely to get connected with sports also. He may opt for sports medicine. And Navamsha tells me, and Navamsha's suggestion is this: you are likely to work in a foreign country or in a place far away from your native place. That's also indicated. Be happy with your child because he is going to come up in a very good position. Be confident and happy. Next mail is Srimati Vasanti Narayanan. Dr. Attam, when will be the marriage? 22 years. She's only 22 years, so you can wait for her marriage. It will be very early, but at the same time, if you want to get her married, she's having Attam Nakshatram and Deshabaharam is positive, and she's likely to get married in the next 9 months, if you are interested. If she's interested, more than that. Because of the position of Chova or Mars, she is likely to be a bit aggressive in nature, and she'll have to control her aggression. She's a very strong character that is likely to interfere with your marital experience. And so it is better that you read with devotion Narayaniyam Sri Rama Avatara Varnanam Bhagam every day facing eastern direction, and you'll get softened and you are going to have a very good marital life. Next 6 months will be really auspicious for her marriage. And observe Monday Vridam. Along with it, I told you to read with devotion Narayaniyam, particular Deshagam. When you do all these things, you are going to have an early marriage and also a very happy marriage. Be confident and happy. Sarvaishwaryam Pavantu. ഇമെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമെയിലിലേക്ക് മെയിൽസ് അയക്കാം. കംപ്ലീറ്റ് നെയിം ഉണ്ടായിരിക്കണം, സ്ഥലം ഉണ്ടായിരിക്കണം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, ജനിച്ച സ്ഥലം, ഡിസ്ട്രിക്റ്റ് മതിയാവും, നക്ഷത്രം കൂടി രേഖപ്പെടുത്തുക. കഴിയുന്നത് ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വാരം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.